ഇത് എപ്പോഴാ വെക്കേണ്ടത്? മതിയോ? ആളെ ഞാൻ കാണുന്നത് കാനഡ വെച്ചിട്ടാണ്. കാനഡയിൽ ഒരു ഹൗസ് പാർട്ടിക്ക് ഇടയിലാണ് ആളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട് എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങ് സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷെ ആളായിട്ട് ഓൾറെഡി നമുക്ക് നേരത്തെ പരിചയമുള്ള ഒരാളെ പോലെ തോന്നി. അപ്പോൾ അവൾക്കും അത് തന്നെ ഫീൽ ചെയ്തു. പിന്നെ അടിപൊളിയായിരുന്നു, സൂപ്പർ. അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ കളറുണ്ടല്ലോ. കമ്മലുണ്ട്. മേഘനെ പറ്റി പറയുകയാണെങ്കിൽ ആള് ഭയങ്കര പാവമാണ്. എല്ലാവരോടും ഭയങ്കര കാര്യമാണ്. പാരൻസിനെയും അപ്പനെയും എല്ലാവരെയും, മുതിർന്ന എല്ലാവരോടും ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. അതുതന്നെയായിരുന്നു എനിക്ക് ആക്ച്വലി മേഘനെ കണ്ടപ്പോൾ പരിചയപ്പെട്ടപ്പോൾ എനിക്കും ഞാനും അത് വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സെയിം വാല്യൂസ് ഉള്ള ഒരാളായപ്പോഴത്തേക്കും അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. താലിയിട്ട സമയത്ത് ഉണ്ണി മിക്കവാറും എന്നെ നോക്കി ചിരിക്കുമായിരിക്കും. കാരണം നമ്മൾ ഈ ഒരു മൊമെൻ്റ് ഓൾറെഡി നമ്മൾ കുറേ തവണ ഡിസ്കസ് ചെയ്തിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മൾ താലി കെട്ടുന്ന സമയം ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. വളരെ ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ ചെറുതായിട്ടൊരു നെർവസ്നെസ്സും ഉണ്ട്. திசையின்றி நான் தேடி திரிந்தேன் தனியாகவே கண்ணே, ஒளியாக நீ என்னை சேர்ந்ததா